രാജ്യത്ത് ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ പ്രശ്നങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് എം.എൽ.എ. അഭിപ്രായപ്പെട്ടു. മുക്കം എം.എം.എ.ഒ.എസ്.എ ഓഡിറ്റോറിയത്തിൽ നടന്ന ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവിടെ ഇറങ്ങി ചരിത്രകാലം വെള്ളമെല്ലാം നിശ്ചയിച്ചപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ അടുക്കളയിൽ അതുണ്ടാക്കുന്ന പ്രതിസന്ധി നമുക്കുണ്ട്. ഇങ്ങനെ സർവദേശീയ രംഗത്തുണ്ടാവുന്ന ഏത് ചലനവും നമ്മുടെ അടുക്കളയെ ബാധിക്കുന്നു, നമ്മുടെ നാട്ടുപുറത്ത് നമ്മുടെ ചായക്കടയെ ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വർത്തമാനകാല അനുഭവം. അതുകൊണ്ട് സർവദേശീയമായ വീക്ഷണത്തെ ആരെല്ലാം പരീക്ഷിക്കാൻ വേണ്ടി നോക്കിയാൽ അവരെല്ലാം കൃത്യമായ മറുപടി പറഞ്ഞു പോകുന്ന ആളുകളായി നമുക്ക് മാറാൻ വേണ്ടി കഴിയും. പ്രതീക്ഷാപരമായ ഒരു മനസ്സോടുകൂടി നമുക്ക് ഈ കാര്യങ്ങളെ സമീപിക്കാൻ വേണ്ടി കഴിയും. തൊഴിലില്ലായ്മയ്ക്കെതിരെ പുതിയ രൂപത്തിലും ഭാവത്തിലും കാലഘട്ടത്തിനനുസരിച്ച് ഡിവൈഎഫ്ഐ ശക്തമായ സമര പദ്ധതികളുമായി മുന്നോട്ടു പോകും. ശിഥിലീകരണ രാഷ്ട്രീയ പ്രചരണം കേരളത്തിൽ പ്രചരിപ്പിക്കുകയാണ്. രാജ്യത്തിന്റെ ദേശീയതയുടെ അടിസ്ഥാനം ബി.ജെ.പിയും ആർ.എസ്.എസ് പറയുന്നത് ഹിന്ദുത ദേശീയതയാണ്. ചരിത്രത്തെ തിരുത്തി മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നു. രാജ്യത്തെ ചരിത്ര സമരായുധമാക്കി നമുക്ക് ചില ക്രമപ്പെടുത്തലിലൂടെ രാജ്യത്തെ മുന്നോട്ടു പോകാനാവുകയുള്ളൂ. ഇന്നുണ്ടാകുന്ന തൊഴിൽ നാളെ നിലനിൽക്കുമോ എന്നതിൽ ആശങ്കയിലാണ്. പൊതുമേഖലയിൽ ലക്ഷക്കണക്കിന് ആളുകളെ ഉൾക്കൊണ്ട ചരിത്രമാണ് നമുക്കുള്ളത്. ദേശീയ താൽപര്യം ഇതെല്ലാം അട്ടിമറിച്ചിരിക്കുകയാണ്. രാജ്യത്തെ BSNL 3 ലക്ഷം പേർ ജോലി ചെയ്ത സ്ഥാപനമായിരുന്നു. ഇന്നാകട്ടെ കഷ്ടിച്ച് 50,000-ലേക്ക് കുറഞ്ഞു. ലാൻഡ് ഫോൺ, മൊബൈൽ ഫോൺ സംവിധാനത്തിലൂടെ 30 ലക്ഷം പേർക്ക് തൊഴിൽ നൽകാൻ വളരേണ്ട സ്ഥാപനമാണിത് തൊഴിൽ പ്രശ്നങ്ങൾ നേരിട്ടത്. നിരവധി ഉദാഹരണങ്ങളിലൂടെ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പൊതുപരീക്ഷയില്ലാതെ കരാർ വ്യവസ്ഥയിലേക്ക് മാറി. കമ്പനികൾ കൂട്ടപിരിച്ചുവിടൽ ഭീഷണി നേരിടുകയാണ്. ഇതുവഴി കോർപ്പറേറ്റുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ലേബർ നിയമം സംവിധാനമാണ് എല്ലാം മാറിമറിഞ്ഞത്. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ ഓരോ രാജ്യത്തിന്റെയും പതാകകളും കളിക്കാരുടെ കട്ടൌട്ടുകളും നാട്ടി. നമ്മുടെ നാട്ടിലും സമത്വത്തിന്റെ സന്തോഷത്തിന്റെയും പ്രകടനത്തിലൂടെ വലിയ മാറ്റമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് എം.എൽ.എ. പറഞ്ഞു. കെ. അരുൺ അധ്യക്ഷത വഹിച്ചു. ടി. വിശ്വനാഥൻ, വി. വസീഫ്, എം. സാജൻ, ആർ. രാഹുൽ, ഗ്രീഷ്മ അജയ് ഘോഷ്, സാജൻ എം.എൽ.എ., സച്ചിൻ ദേവ്, ഷെജു, എസ്.കെ. സജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം കെ. ഷഫീഖ് അനുശോചന പ്രമേയവും കെ.എം. നീനു രക്തസാക്ഷി പ്രതിജ്ഞയും എൽ.ജി. ലിജീഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ രക്തസാക്ഷി ഷിബിന്റെ പിതാവ് ഭാസ്കരന് സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉപഹാരം കൈമാറി. സമ്മേളനത്തിന് സ്വാഗതഗാനം രചിച്ച എസ്.കെ. സജീഷിന് വി. വസീഫ് ഉപഹാരം നൽകി. 17 ബ്ലോക്കുകളിൽ നിന്ന് 400ഓളം പ്രതിനിധികൾ പങ്കെടുത്തു. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുപ്പും പൂർത്തിയാക്കി ചൊവ്വാഴ്ച വൈകിട്ടോടെ 3 ദിവസങ്ങളിലായി മുക്കത്ത് നടന്ന സമ്മേളനത്തിന് സമാപനമാവുകയായി. ഉണ്ണിച്ചേക്കു, ടുഡേ ന്യൂസ്, മുക്കം.